ചെറുക്കന് കാര്യം മനസ്സിലായിട്ടില്ല കേട്ടോ. നമുക്ക് ഈ പരിപാടി നിർത്താം, അല്ലെങ്കിൽ അവൻ ഭയങ്കര കലിപ്പാവും. നീ എവിടെ പോണ്? എവിടെ അവളെവിടെ? ആര്? ആ സാധനം, ആ പൊടിടപ്പി ഉണ്ടല്ലോ ഇവിടെ, അതെവിടെ? അവളിവിടെ ഒന്നും ഇല്ല. ഇല്ലേ? ഇല്ല. നീ മനസ്സിലായേട്ടാ? ചേട്ടാ ചേച്ചി സത്യം പറ, ആരാണ് കൊച്ചിനെടുത്ത് അത് പറഞ്ഞു കൊടുത്തത്? എന്തെന്ന്? അവളിപ്പോ എന്നെ എന്താ വിളിച്ചിട്ട് ഓടിയെന്നറിയോ നിങ്ങക്ക്? എന്ത്? ഉഷ ചേച്ചിയുടെ മരുമോനെന്ന്. ചേച്ചി പറ ചേച്ചി, ആര് പറഞ്ഞു കൊടുത്താര്? എന്തത് ഉഷ ചേച്ചിയുടെ മരുമോനാ? ഈ കൊച്ചി കൊള്ളാലോ. പക്ഷേ ചേച്ചിയെ കളിക്കല്ലേ. എന്ത്? എടാ എന്താടാ എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഉള്ളതാണല്ല ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്ന് ഇവന് ആദ്യം സംശയിക്കുന്നത് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തായിട്ട് അവളുടെ അടുത്ത്? ഇല്ല. ആ പിന്നെ ഇതിന്റെ പേരും പറഞ്ഞ എന്റെ മേത്തകരം തൊടാൻ വന്ന കേശുവെ ഞാൻ ഇവിടുത്തെ ഇറങ്ങി കുഴിപ്പളത്ത് പോകും. അച്ഛന്റെ അമ്മയടുത്തുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ അലമ്പുണ്ടാക്കുകയും ചെയ്യും. ചേട്ടാ സത്യം പറ, ചേട്ടൻ മുണ്ടെടുത്ത് എന്റെ പക്കിട്ട് കയറാൻ പറ്റില്ലേ? ഓരോ സ്ഥലത്തും ഒരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് എന്റെ പ്രടി കയറാൻ പറഞ്ഞ. എടാ നിന്റെ പ്രായം കഴിയല്ലടാ ഞങ്ങളും വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നിന്നെ നിയന്ത്രണം ഇല്ലാണ്ട് വളർത്തി, അതൊക്കെയാണ് ഈ പ്രശ്നത്തിന് കാരണം. ഞാൻ പണ്ടേ പറഞ്ഞ ആര്യാക്കി ഇവിടെ ആരും മൈൻഡ് ചെയ്തില്ലത്. പണ്ട് ചേട്ടൻ ഓർമ്മയുണ്ട് ചേട്ടാ, ഇവൻ അച്ഛന്റെ കൈയും പിടിച്ച് നടന്ന് ഓരോ അലമ്പൊക്കെ ഉണ്ടാകും. എന്നിട്ട് ആ പാവം മനുഷ്യനെ അപ്പൊ ചീത്ത പറയുകയും ചെയ്യും. അതെ രണ്ടുപേരും നിർത്തി. അല്ല നിങ്ങൾ എന്താ പറഞ്ഞു എവിടെ കയറി പോണ്? ഞാൻ എന്ത് ചീത്തപ്പേരുണ്ടാക്കിയാണ് നിങ്ങൾ പറയണത്? അതെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ കഥയൊക്കെ ഞാനങ്ങ് ക്ഷമിച്ച്. കാരണം അതിൽ കാര്യമുണ്ട്. എന്ത് കാര്യമുണ്ടെന്ന്? എടാ നീ തിരിച്ച് ഇങ്ങോട്ട് ചോദ്യം ചെയ്യണ. മുട്ടേന്ന് വിരിടന് മുന്നേ ഇവന് എത്രയും ഏട്ടൻ പഠിക്കുമ്പോ 6 5 എങ്ങാണ്ട് പഠിക്കുമ്പോ ഒരു പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നില്ല. എന്താ അലീന ജോർജ? അലീന ഫ്രാൻസിസ്. അലീന ഫ്രാൻസിസ്. അപ്പൊ അതോ? അതെന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ക്ലോസ് ഫ്രണ്ടാ? അപ്പൊ മാളവിക ക്ലോസ് ആയിരുന്നില്ലേ? മാളവിക കീളവിക അതിന്റെ ഒന്നും കാര്യമൊന്നും ചോദിക്കല്ലേ. അത് ഭയങ്കര ജാടയാണ് ചില സമയം. ഇപ്പൊ ഞാൻ എന്നെ കാണാറ് പോലും ഇല്ല, കുറെ നാളായി. ഓ അപ്പൊ അതിനെ ഒഴിവാക്കി വിട്ടു. അപ്പൊ പിന്നെ സംഗതി കറക്റ്റ് ആണ്. രണ്ടെണ്ണം നിർത്ത്. അതെ രണ്ടുപേരും കൂടുതൽ കളിക്കില്ല ചേട്ടാ. നിങ്ങൾ എന്ത് പേരുണ്ടാക്കിയത്? ഉഷ ചേച്ചിയുടെ മരുമോനെ. ആരുണ്ടാക്കിയടാ ചേട്ടാ? ആ കൊച്ചു എന്ത് പാവോന്നറിയൂ. ഉഷ ചേച്ചി ഇതൊക്കെ കേട്ട ചേച്ചി എന്ത് വിചാരിക്കും? ഉഷ സമ്മതിക്കും. എന്തോന്ന്? എടാ ഉഷയ്ക്ക് നിന്റെ കാര്യമില്ലേ ചേട്ടാ? അറിയാതെ എന്റെ വായിന്ന് വല്ലതും ഞാൻ വിളിച്ച് പറഞ്ഞു പോകും കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചത്? ഞാൻ ആ കൊച്ചിനെ അവിടെ ഇടക്കിടയ്ക്ക് കൊണ്ടുപോകുന്നല്ലേ. അവിടെ വല്ലതും പോയിരിക്കുമ്പോ അവള് വല്ലതും ഇങ്ങനെ വല്ലതും വിളിച്ചാലേ. ചേച്ചിയുടെ മരുമോനെന്നാ? ചേച്ചി വായിച്ചിട്ട് മിണ്ടാരി കേട്ടാ. മതി നിർത്ത്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞ നിനക്ക് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങള് തമാശ അറിഞ്ഞ വിട്. ഇപ്പോ നിന്റെ കാര്യം നോക്കിപ്പോ. നിങ്ങൾ തമാശ പറഞ്ഞാണെങ്കിൽ തമാശയായിട്ട് തന്നെ ഇരിക്കണം. എന്തായാലും നിങ്ങൾ ആ കൊച്ചിനടുത്ത് പറഞ്ഞത് മോശമായി പോയി. എന്ത് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഇങ്ങനൊന്നും. എടാ ഞങ്ങളൊന്നും പറഞ്ഞു കൊടുത്തതല്ല. അവള് ചിലപ്പോ കൈന്നിട്ട് പറഞ്ഞായിരിക്കും. നീ ഇടയ്ക്കിടയ്ക്ക് അവളെ കൊണ്ടുപോകാറില്ലേ? അപ്പൊ അവർക്ക് നിന്റെ അടുത്തുള്ള പെരുമാറ്റവും നിനക്ക് അവരുടെ അടുത്തുള്ള പെരുമാറ്റവും അവള് നിന്നെ കണ്ടല്ലേ പഠിക്കണം. അപ്പൊ അങ്ങനെ ആവുള്ളൂ. അവള് കൈന്നിട്ട് പറഞ്ഞത് അത് മരുമോനെ എന്നുള്ള വാക്ക് അവക്ക് എങ്ങനെ അറിയാം? അയ്യോ ആ കൊച്ചിനെ അറിഞ്ഞുകൂടാത്ത വാക്ക്. എടാ ഓരോ സ്ഥലത്ത് സോപ്പിടാൻ വേണ്ടി അവളെ കൊണ്ട് നടക്കുമ്പോഴേ ആലോചിക്കണം ഇതൊക്കെ തിരിച്ചു കിട്ടുന്നു. ശരിയാക്കി തരാവേ. ഞാനിപ്പോ അമ്മയൊന്ന് വിളിക്കട്ടെ. രണ്ടെണ്ണത്തിന് ശരിയാക്കി തരാം. രണ്ടെണ്ണത്തിന് ശരിയാക്കി തരാം. ഇതിനൊന്നും അമ്മേനെ വിളിക്കണ്ട ചേട്ടാ. അവൻ സീനാക്കൂ. അത് പോലെ അവൻ സീനാക്കി. നീ നിന്റെ ജോലി നോക്കണി. എല്ലാം ഒപ്പിച്ച് എങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി മുങ്ങണ എലിയാ?